നമസ്കാരം. മാധ്യമജാലകത്തിന്റെ 385 എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരള മീഡിയ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ 2024-25 ബാച്ചിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ബിരുദ സമർപ്പണം മാർച്ച് 11 ബുധനാഴ്ച നടന്നു. അക്കാദമി ചെയർമാൻ RS ബാബു അധ്യക്ഷനായ ചടങ്ങിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് മുഖ്യാതിഥിയായിരുന്നു. സമകാലിക സമൂഹത്തിൽ വാർത്തകളും അതിന്റെ വിതരണവും വ്യക്തികേന്ദ്രീകൃതമായ ആൽഗോരിതങ്ങൾക്കും എക്കോ ചേംബറുകൾക്കും അനുസരിച്ചാണ് കൈകാര്യം ചെയ്യപ്പെടുന്നതെന്ന് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ്. ഓരോ വ്യക്തിക്കും അവർക്ക് വേണ്ട വാർത്തകളുടെ ലോകത്ത് മാത്രം കഴിയേണ്ടി വരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ജെൻസി കൺസ്യൂം ചെയ്യുന്ന ഒരു വലിയൊരു മീഡിയം എന്ന് പറയുന്നത് എക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളാണ്. വലിയ പഴയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മാറിയിട്ട് പുതിയ പ്ലാറ്റ്ഫോമുകളിൽ ആൾക്കാർ പോവുകയാണ്. അവിടെ നമുക്ക് വളരെയധികം സ്പെസിഫൈ ചെയ്യാൻ കഴിയും. പക്ഷെ അതിനൊരു നെഗറ്റിവിറ്റി ഉണ്ട്. ആ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് അത് പലപ്പോഴും ഒരു എക്കോ ചേംബർ ആയിട്ട് മാറാറുണ്ട്. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ മാത്രം നമുക്ക് കേൾക്കുന്നു. അപ്പോൾ ഒരു സമൂഹത്തിനെ തളച്ചിടുന്ന ഒരു രീതിയിലേക്ക് മാറുകയും കൂടിയുള്ള സാധ്യത ഈ നവമാധ്യമങ്ങളും പുതിയ മെത്തഡോളജീസും കൊണ്ടുവരുന്നതുണ്ട്. കേരള മീഡിയ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ 2024-25 ബാച്ചിന്റെ ബിരുദ സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്കാദമിയുടെ 2024-25 ബാച്ചിലെ റാങ്ക് ജേതാക്കൾ, ബെസ്റ്റ് ഓൾറൗണ്ടർ വിദ്യാർത്ഥികൾ, എഫക്റ്റീവ് റൈറ്റിംഗ് ജേതാക്കൾ എന്നിവർക്കുള്ള ക്യാഷ് പ്രൈസും മറ്റു വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഡോക്ടർ സജി ഗോപിനാഥ് നിർവഹിച്ചു. ഫസ്റ്റ് റാങ്കിന് പുറമെ കൃഷിക്ക് എഫക്റ്റീവ് റൈറ്റിംഗിന് CP മേനോൻ മെമ്മോറിയൽ ക്യാഷ് പ്രൈസും കൂടെ ലഭിക്കുന്നുണ്ട്. PR ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് റാങ്ക് സാന്ദ്ര മരിയ സാജൻ. ബെസ്റ്റ് ഓൾറൗണ്ടർ സമകാലീന മാധ്യമങ്ങളും നവോത്ഥാന മൂല്യങ്ങളും എന്ന വിഷയത്തിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ സുനിൽ P. ഇളയിടം മുഖ്യപ്രഭാഷണം നടത്തി. ആധുനികതയുടെ വലിയ മൂല്യങ്ങളെയാണ് ഒരു കാലത്ത് കേരളത്തിലെ പത്രങ്ങൾ കൈക്കൊണ്ടതെന്നും കേരളീയരുടെ സാമൂഹിക ബോധത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ മാധ്യമ മണ്ഡലത്തിന് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അച്ചടി വന്ന ലോകമാണ് ആധുനിക ലോകം എന്ന് മുൻപ് പറയുമായിരുന്നു. കാരണം പറഞ്ഞും കേട്ടും ലോകത്തെ അറിഞ്ഞിരുന്ന ക്രമത്തിൽ നിന്ന് മാറി ഒരേ സമയം ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ മനുഷ്യർ ഒരേ വാർത്ത വായിക്കുകയും അവരിലൂടെ ഒരു പൊതു സാമൂഹികത രൂപപ്പെടുകയും ചെയ്യുന്ന അന്തരീക്ഷം അച്ചടി ഉണ്ടാക്കിയതാണ്. സാമൂഹ്യ ശാസ്ത്രജ്ഞർ അതിനെ പ്രിൻ്റ് മോഡേണിറ്റി എന്നൊക്കെ വിളിച്ചിരുന്നു. കാരണം ലോകത്തിൻ്റെ പല കോണുകളിലിരിക്കുമ്പോഴും ഒരേ സമകാലികതയിൽ നിലനിൽക്കാൻ മനുഷ്യർക്ക് ഇടം നൽകുന്ന നിലയിൽ അച്ചടി മാറി എന്നതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന കാര്യമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത്. അക്കാദമി ചെയർമാൻ RS ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മീഡിയ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം ഒരു സുദിനമാണ്. ഈ ബിരുദ സമർപ്പണ സമ്മേളനം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണ്. ഇതിന് നേതൃത്വം നൽകാൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രഭാഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ സുനിൽ P. ഇളയിടവും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് ഏറ്റവും അഭിമാനം പകരുന്ന കാര്യമാണ്. ഒരു 10 വർഷം മുമ്പ് ഇവിടെ നിന്നും ഇത്തരത്തിൽ PG ഡിപ്ലോമ കോഴ്സ് പാസ്സായി പോകുന്നവരെ പോലെയല്ല നിങ്ങൾ. മാറുന്ന ലോകത്തിൻ്റെ പ്രതിനിധികളാണ് നിങ്ങൾ.
മാറിയ കേരളത്തിൻ്റെ പ്രതിനിധികളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അറിവ്, വിജ്ഞാനം ഒരു 10 വർഷം മുമ്പ് ഇവിടെ നിന്നും പുറത്തേക്ക് പോയവരേക്കാൾ വളരെ വലുതാണ്. ഇത് നിങ്ങളെ വ്യത്യസ്തമായ മേഖലകളിൽ, മാധ്യമ മേഖലയിൽ മാത്രമല്ല, അനുബന്ധമായിട്ടുള്ള മേഖലകളിലുമെല്ലാം നിങ്ങളുടെ തൊഴിൽ സാധ്യതകളെ, സ്റ്റാർട്ടപ്പ് മിഷനെ ഒക്കെ വളർത്തുന്നതിന് വളരെ വളരെ സഹായകരമായ കാര്യമാണ്. തുടർന്ന് പിണറായി വിജയൻ വാർത്തകൾക്കപ്പുറം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. ശ്രീ സുനിൽ പി ഇളയിടത്തിൽ നിന്നും അക്കാദമി ജനറൽ കൗൺസിൽ അംഗവും മാധ്യമ പ്രവർത്തകയുമായ ശ്രീമതി സ്മിത ഹരിദാസ് പുസ്തകം ഏറ്റുവാങ്ങി. മീഡിയ അക്കാദമി ഡയറക്ടർ CL തോമസ്, അക്കാദമി സെക്രട്ടറി അരുൺ SS, അധ്യാപിക വിനീത വിജയ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. 1979 പ്രവർത്തനം ആരംഭിച്ച ഏഷ്യയിലെ ആദ്യ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടായ കേരള മീഡിയ അക്കാദമി ഇതിനോടകം തന്നെ ഒരുപാട് പ്രതിഭകളെ മാധ്യമ മേഖലയ്ക്ക് സമ്മാനിച്ചു കഴിഞ്ഞു. ഓരോ ബിരുദദാന ചടങ്ങും ഇത് തുടരുമെന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. അദർവം വി, കേരള മീഡിയ അക്കാദമി. പത്രങ്ങളിലെ വാർത്തകൾ പോലെ തന്നെ പ്രധാനമാണ് കാർട്ടൂണുകളും. കാർട്ടൂണിന്റെ ചരിത്രത്തെക്കുറിച്ചും കാർട്ടൂണിസ്റ്റ് PK മന്ത്രിയെക്കുറിച്ചും സംസാരിക്കുന്നു ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. പത്രങ്ങൾക്ക് ചാരുതയും വശ്യതയും കരുത്തും നൽകിയിരുന്ന ഒരു ഇനമായിരുന്നു കാർട്ടൂൺ. പണ്ടൊക്കെ എല്ലാ പത്രങ്ങളിലും രാഷ്ട്രീയ കാർട്ടൂണുകൾ വരുമായിരുന്നു. അതിന് നല്ല നിലയിലുള്ള സ്വീകാര്യതയും ഉണ്ടായിരുന്നു. ലെജൻഡറി എന്ന മാധ്യമ ലോകം വിശേഷിപ്പിക്കുന്ന കാർട്ടൂണിസ്റ്റാണ് ബ്രിട്ടനിലെ ഡേവിഡ് ലോ. ഡേവിഡ് ലോയുടെ വരകൾ അത് ലോകമെങ്ങുമുള്ള കാർട്ടൂണിസ്റ്റുകളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ഡേവിഡ് ലോയുടെ കാർട്ടൂണുകളും ചാർലി ചാപ്ലിൻ്റെ സിനിമയുമാണ് ഇംഗ്ലണ്ടിൽ ബോംബ് വർഷിക്കുന്നതിന് ഹിറ്റ്ലറെ പ്രകോപിപ്പിച്ചത് എന്ന് പലപ്പോഴും കേൾക്കാറുണ്ട്. ശരിയുമായിരിക്കാം. നമ്മുടെ നാട്ടിലും രാഷ്ട്രീയ കാർട്ടൂണുകൾ നല്ല നിലയിൽ വികാസം പ്രാപിച്ചിരുന്നു. ശങ്കർ ആണ് ഇന്ത്യയിലെ കാർട്ടൂണിസ്റ്റുകളുടെ കുലപതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മലയാളിയായ എഡിറ്റർ പോത്തൻ ജോസഫ് കണ്ടെത്തിയ പ്രതിഭയായിരുന്നു ശങ്കർ. ശങ്കറിന് ശേഷം ഇന്ത്യൻ എക്സ്പ്രസിൽ ഇവിടെ നമുക്ക് പരിചയമുള്ള അബു എബ്രഹാം, ടൈംസ് ഓഫ് ഇന്ത്യയിലെ RK ലക്ഷ്മൺ, അങ്ങനെ നിരവധിയായ പേരുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ ശൈലി, പ്രത്യേകതകൾ എല്ലാം നമുക്ക് കാണാനും കഴിയും. പക്ഷെ വലിയ തോതിലുള്ള രാഷ്ട്രീയ വിമർശനം, ജനാധിപത്യത്തിൽ ആവശ്യം വേണ്ടതായ വിമർശനം, അതാണ് ഈ കാർട്ടൂണിസ്റ്റുകൾ വരയിലൂടെ വര മാത്രമല്ല കമൻറ്റും ഉണ്ടാകും അതിലൂടെ നടത്തിക്കൊണ്ടിരുന്നത്. അബുവിൻ്റെ അടിയന്തരാവസ്ഥക്കാലത്തെ ആ രാഷ്ട്രപതി ഭവനിലെ കുളിമുറി കാർട്ടൂൺ, അത് അടിയന്തരാവസ്ഥക്കെതിരെയുള്ള ഏറ്റവും നല്ല ഒരു അഭിപ്രായ പ്രകടനമായി അത് മാറി. അങ്ങനെ പലതും നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഈ കാർട്ടൂണിസ്റ്റുകളുടെയൊക്കെ കാലം അത് ഏതാണ്ട് അസ്തമിച്ച മട്ടാണ്. ഇന്നിപ്പോൾ പത്രങ്ങളിൽ അറിയപ്പെടുന്ന കാർട്ടൂണിസ്റ്റുകളില്ല. കാർട്ടൂൺ പത്രങ്ങളുടെ അവിഭാജ്യമായ ഭാഗമായി മാറുന്നില്ല. പകരം ആ റോൾ മാധ്യമേതരമായ ഒരു ലോകത്ത് ട്രോളുകളും മറ്റും ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഭാവി എങ്ങനെയായിരിക്കും എന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാനാവില്ല. പക്ഷേ ഈ കാർട്ടൂണിസ്റ്റുകളെ, പഴയകാലത്തെ കാർട്ടൂണിസ്റ്റുകളെ, അവരുടെ കാർട്ടൂണുകളെ, അതിൻ്റെ പ്രാധാന്യത്തെ ഒക്കെ അറിയുന്നതിന് പുതിയ തലമുറയ്ക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു നല്ല കാര്യമാണ്. കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർപേഴ്സൺ സുധീർ നാഥ് ആ വഴിക്ക് നടത്തിയ 2 പരിശ്രമങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. ഒന്ന് കാർട്ടൂണിസ്റ്റ് ശങ്കറിൻ്റെ കല, കാലം, ജീവിതം, ആ പേരിൽ സുധീർ നാഥ് തയ്യാറാക്കിയ പുസ്തകം. അത് കേരള ലളിതകല അക്കാദമിയാണ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ സുധീർ നാഥ് എഡിറ്ററായി കാർട്ടൂൺ അക്കാദമി തന്നെ പ്രസിദ്ധപ്പെടുത്തിയ PK മന്ത്രിയെക്കുറിച്ചുള്ള ഒരു ലഘുഗ്രന്ഥം എൻ്റെ മുന്നിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ചിലർ അത് പലതും
എഴുതിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായി കൂടുതലായി പേജുകൾ മാറ്റിവെച്ചിരിക്കുന്നത് മന്ത്രിയുടെ കാർട്ടൂണുകളുടെ പുനരാവിഷ്കാരത്തിന് വേണ്ടിയാണ്. അന്നത്തെ കാലം എന്തായിരുന്നു, അന്നത്തെ രാഷ്ട്രീയം എന്തായിരുന്നു, അതൊക്കെ അറിയുന്നതിന് ഈ കാർട്ടൂണുകൾ നമ്മെ വല്ലാതെ സഹായിക്കുന്നുണ്ട്. വർഷം ഇത്ര കഴിഞ്ഞിട്ടും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ കാർട്ടൂണുകൾ വരയ്ക്കാൻ മന്ത്രിക്ക് കഴിയുന്നു അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മന്ത്രിയുടെ സർഗാത്മകതയ്ക്ക് അതിൽ കൂടുതൽ തെളിവ് ആവശ്യമില്ല. ഈ മന്ത്രി എന്ന പേര് തന്നെ അക്കാലത്ത് ഒരു സവിശേഷതയുള്ള പേരായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര്, ഒറിജിനൽ പേര് മന്ത്രി കുമാരൻ എന്ന് തന്നെയായിരുന്നു. കാർട്ടൂണിസ്റ്റ് ആയപ്പോഴാണ് അത് മന്ത്രി എന്ന് ചുരുക്കിയത്. അദ്ദേഹം സർക്കാർ സ്കൂൾ അധ്യാപകൻ കൂടിയായിരുന്നു. എന്നിട്ടും മന്ത്രിമാരെയും രാഷ്ട്രീയ നേതാക്കളെയും കണക്കറ്റ് പരിഹസിക്കുന്ന കാർട്ടൂണുകൾ അവ പ്രസിദ്ധപ്പെടുത്തിയിരുന്നത് തനിനിറം എന്ന പത്രത്തിലായിരുന്നു. തനിനിറം എന്ന പത്രമൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മുടെ പത്രത്തിലെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കലാനിലയം കൃഷ്ണൻ നായർ ആയിരുന്നു അതിൻ്റെ പത്രാധിപർ. 4 പേജ് മാത്രമുള്ള ഒരു പത്രം. മഞ്ഞ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പിന്നെ മഞ്ഞ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. സെൻസേഷണലിസം, മാധ്യമ തത്വങ്ങൾ ഒന്നും തനിനിറത്തിനും ബാധകമല്ല. പക്ഷേ ഈ മന്ത്രിയുടെ കാർട്ടൂൺ കാണുന്നതിന് വേണ്ടി കൂടി ഒരു വലിയ വിഭാഗം ആളുകൾ അക്കാലത്ത് തനിനിറം വാങ്ങുകയും വായിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കോടതി കയറേണ്ടിയും വന്നു. കാർട്ടൂണിസ്റ്റ് ടോംസ് കാർട്ടൂണിൻ്റെ പേരിൽ കോടതി കയറിയ ആളാണ്. അതിനു മുമ്പേ മന്ത്രിക്ക് കാർട്ടൂണിൻ്റെ പേരിൽ, മന്ത്രിയെ പരിഹസിച്ച കാർട്ടൂണിൻ്റെ പേരിൽ എന്നാണ് അക്കാലത്ത് കേട്ടിരുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയയെ അന്ന് മന്ത്രി ഒരു കാർട്ടൂണിൽ പരിഹസിക്കുകയും അത് അദ്ദേഹത്തെ രോഷാകുലനാക്കുകയും അതിൻ്റെ ഫലമായി സർവീസ് ചട്ടം പ്രകാരം മന്ത്രിയുടെ ജോലി നഷ്ടമാകുകയും ചെയ്ത കഥകളൊക്കെ അന്ന് കേട്ടിരുന്നു. പക്ഷെ കോടതി കയറിയത് അതിനു വേണ്ടിയല്ല, അത് കോടതി അലക്ഷ്യത്തിന് വേണ്ടിയാണ്. കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ അത്ര ആശാസ്യമല്ലാത്ത അല്ലെങ്കിൽ അനാശാസ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഒരു രംഗം സൃഷ്ടിച്ച് മന്ത്രി വരച്ച കാർട്ടൂൺ സ്വാഭാവികമായും അത് കോടതി അലക്ഷ്യത്തിന് കാരണമാകും. അക്കാലത്തെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകൻ S. ഈശ്വരയ്യർ ആണ് ഹൈക്കോടതിയിൽ മന്ത്രിക്ക് വേണ്ടി ഹാജരായത്. ഈശ്വരയ്യർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും കോടതി വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈശ്വരയ്യർ അവസാനമായി അഭ്യർത്ഥിച്ചത് ഇത്തരം വില കുറഞ്ഞ കാർട്ടൂണുകളുടെയും മറ്റും പേരിൽ ബഹുമാനപ്പെട്ട കോടതി പ്രകോപിതരാകരുത് എന്നാണ്. തൻ്റെ കക്ഷിയെ വക്കീൽ തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥയായിരുന്നു അത്. പക്ഷെ അത് ചീഫ് ജസ്റ്റിസിന് ബോധ്യമായി. അങ്ങനെ മന്ത്രിയുടെ കാർട്ടൂണിനേക്കാൾ ഉയർന്ന തലത്തിലാണ് കോടതി പ്രവർത്തിക്കുന്നത് എന്ന ഒരു പ്രഖ്യാപനത്തോടെ ചീഫ് ജസ്റ്റിസ് ആ കേസ് അവസാനിപ്പിച്ചു. മന്ത്രി രക്ഷപ്പെട്ടു. അതിനുശേഷമാണ് മന്ത്രിയുടെ ഈ ജോലി നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തത്. പാച്ചുവും ഗോപാലനും കുഞ്ചു എന്നൊക്കെയുള്ള പേരുകൾ അക്കാലത്ത് പത്രം വായിക്കുന്നവർക്ക്, പത്രം എന്ന് പറഞ്ഞാൽ തനിനിറം വായിക്കുന്നവർക്ക് മാത്രമല്ല പലരുടെയും ശ്രദ്ധയിൽ ആ കാർട്ടൂണുകൾ പെട്ടിരുന്നു. തനിനിറം വായിക്കുന്നത് അന്ന് അത്ര അന്തസ്സുള്ള കാര്യമായിരുന്നില്ല. പക്ഷെ വര കൊണ്ടുള്ള വിമർശനവും ആക്ഷേപഹാസ്യവും അതൊക്കെ അതിഗംഭീരമാണ്. മന്ത്രിയുടെ ഒരു അനുസ്മരണ ചടങ്ങിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞത് വര കൊണ്ട് ചിരിപ്പിക്കുക എന്നത് അത്യന്തം ദുഷ്കരമാണ് എന്നാണ്. കാണികളെ ചിരിപ്പിക്കുന്ന ആളാണ് ജഗതി എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് വര കൊണ്ട് ചിരിപ്പിക്കുക എന്നത് അത്യന്തം ദുഷ്കരമായ കൃത്യമാണ്. ഈ പുസ്തകത്തിൽ ഇതിൻ്റെ സവിശേഷത ഞാൻ നേരത്തെ പറഞ്ഞു. കാർട്ടൂണുകളുടെ വലിയൊരു ശേഖരം ഈ പുസ്തകത്തിലുണ്ട്. MK മുനീറിൻ്റെ ഒരു ലേഖനവുമുണ്ട്. ബാപ്പയല്ല മന്ത്രിയെ സസ്പെൻഡ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പിതാവിനെ ന്യായീകരിക്കുന്നതിനുള്ള ശ്രമമാണ് മുനീർ നടത്തിയിരിക്കുന്നത്. അതിൽ നമുക്ക് വിരോധവുമില്ല. മന്ത്രി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം, മന്ത്രിയെ പ്രീതിപ്പെടുത്താനുള്ള ഉദ്യോഗസ്ഥ വൃന്ദമായിരിക്കാം. ഏതായാലും മന്ത്രിക്കെതിരെ കാർട്ടൂൺ വരച്ചതിൻ്റെ തൊട്ടടുത്ത് കാർട്ടൂണിസ്റ്റ് മന്ത്രി സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഒരു വാസ്തവമാണ്.
ഈ യേശുദാസന്റെ ഒരു പ്രത്യേകത കാർട്ടൂണുകളുടെ കാര്യത്തിൽ അത് വളരെയേറെ ഒരു ശില്പചാരുതി, വരയുടെ ഭംഗി അതിലുണ്ടായിരുന്നു. അധ്വാനിച്ചുള്ള വരയാണ്, നിർമ്മിതിയാണ്. ഏതാണ്ട് അതേപോലെ തന്നെയാണ് മന്ത്രിയുടെ വരകളും. ഒരു കാർട്ടൂൺ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കുത്തിവര അല്ല അത് വളരെ മെനക്കെട്ട് അതിൻ്റെ ചിത്രകലയുടെ ചുറ്റുവട്ടങ്ങൾക്കൊക്കെ അനുസൃതമായി ഉള്ള വരയാണ്. മന്ത്രിയുടെ സ്ത്രീരൂപങ്ങൾ പ്രത്യേകമായ ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. അഴകുള്ള സ്ത്രീകൾ, ചന്തമുള്ള സ്ത്രീകൾ, കാർട്ടൂണാണെന്ന് ഓർക്കണം. അവിടെയും ആ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ഉപാസകനായി PK മന്ത്രി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ രവിവർമ്മയുടെ സ്ത്രീകളുടെ രവിവർമ്മ സ്ത്രീകളെ മലയാളി മംഗമാരാക്കുന്ന ഒരു കൃത്യമായിരിക്കാം മന്ത്രി ചെയ്തത്. ഇന്ന് കാലം മാറി. അന്ന് പെർഫെക്ഷന് വേണ്ടി, പൂർണ്ണതയ്ക്ക് വേണ്ടി മന്ത്രി ഉൾപ്പെടെയുള്ള കാർട്ടൂണിസ്റ്റുകൾ പരിശ്രമിച്ച കാലത്ത് അവർക്കാകെ ഉണ്ടായിരുന്നത് ഒരു ബ്രഷ്, ഇന്ത്യൻ ഇങ്ക്, കടലാസ്. ആ കാലമൊക്കെ ഇന്ന് മാറിയിരിക്കുന്നു. ഇന്ന് ഐപാഡും ആപ്പും ഉപയോഗിച്ച് ആർക്കും വേണമെങ്കിൽ കാർട്ടൂൺ വരയ്ക്കാം എന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അവർക്കിടയിലും ഇതിഹാസ തുല്യനായി ബ്രഷ് കൊണ്ട് പോരാടുന്ന കാർട്ടൂണിസ്റ്റ് ആയി. അത് കാർട്ടൂൺ അക്കാദമിയുടെ മുൻ ചെയർമാൻ കൂടിയായ K. ഉണ്ണികൃഷ്ണന്റെ വാക്കുകളാണ്. ബ്രഷ് കൊണ്ട് പോരാടുന്ന ആ കാർട്ടൂണിസ്റ്റിനെ നമ്മൾ ഇപ്പോഴും ഓർമ്മിക്കുന്നു. ഇന്ത്യൻ മാധ്യമ പ്രവർത്തന രംഗത്തെ അതികായൻ HK ദുവ ഇനി ഓർമ്മ. പത്രപ്രവർത്തകൻ എന്നതിലുപരി മികച്ച നയതന്ത്രജ്ഞനും പാർലമെന്റേറിയനുമായിരുന്ന അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലൂടെ നടത്തിയ പ്രവർത്തനം ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ എക്കാലവും നിറഞ്ഞു നിൽക്കുന്നതാണ്. 1937 ജൂലൈ 1 ജനിച്ച ഹരികൃഷ്ണ ദുവ 4 പതിറ്റാണ്ടിലേറെ നീണ്ട തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ 4 ദേശീയ പത്രങ്ങളുടെ അമരക്കാരനായി പ്രവർത്തിച്ചു. ഹിന്ദുസ്ഥാൻ ടൈംസ്, ഇന്ത്യൻ എക്സ്പ്രസ്, ദ ട്രിബ്യൂൺ എന്നീ പത്രങ്ങളുടെ ചീഫ് എഡിറ്ററും ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്റോറിയൽ അഡ്വൈസറുമായിരുന്നു. ഒരു എഡിറ്റർ എന്ന നിലയിൽ താൻ പ്രവർത്തിക്കുന്ന പത്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനും മാന്യതയ്ക്കും വേണ്ടി അദ്ദേഹം എപ്പോഴും നിലകൊണ്ടു. ദുബൈയുടെ രാഷ്ട്രീയ ഉൾക്കാഴ്ചയും അനുഭവ സമ്പത്തും തിരിച്ചറിഞ്ഞ രാജ്യം അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്തങ്ങൾ നൽകി. മുൻ പ്രധാനമന്ത്രിമാരായ അടൽ ബിഹാരി വാജ്പേയി, HD ദേവഗൌഡ എന്നിവരുടെ മാധ്യമ ഉപദേഷ്ടാവായും അദ്ദേഹം പ്രവർത്തിച്ചു. മാധ്യമ ലോകത്തിന് പുറത്തും ദുബ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. 2001 മുതൽ 2003 വരെ ഡെൻമാർക്കിലെ ഇന്ത്യൻ അംബാസിഡറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. തുടർന്ന് 2009 രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടപ്പോൾ വിദേശകാര്യം, ദേശീയ സുരക്ഷ എന്നീ വിഷയങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാവലാളായി അറിയപ്പെട്ടു. തത്വങ്ങളിൽ ഉറച്ചുനിന്ന ജെന്റിൽമാൻ എഡിറ്റർ എന്നാണ് സഹപ്രവർത്തകർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. 88-ാം വയസ്സിൽ യാത്രയാകുമ്പോൾ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് നഷ്ടമാകുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ പാഠപുസ്തകത്തെയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ. കേരള മീഡിയ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചി മുസറസ് ബിനാലെ സന്ദർശിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കാളികളായി. വ്യത്യസ്ത കാഴ്ചകളുടെ അനുഭവമാണ് കൊച്ചി മുസരീസ് ബിനാലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമകാലിക കലാമേളയാണ് കൊച്ചി മുസരീസ് ബിനാലെ. 2 വർഷം കൂടുമ്പോഴാണ് ബിനാലെ സംഘടിപ്പിക്കുന്നത്. കേരളത്തിന്റെ ചരിത്ര പൈതൃക നഗരമായി കരുതപ്പെടുന്ന മുസിരീസ് എന്ന പ്രാചീന തുറമുഖത്തിന്റെ പേരാണ് കലാമേളയ്ക്ക് നൽകിയിരിക്കുന്നത്. കൊച്ചിയിലെ ഫോർട്ട് കൊച്ചി, ആസ്പിൻവാൾ തുടങ്ങിയ പൈതൃക കേന്ദ്രങ്ങളിലാണ് പ്രദർശനം നടക്കുന്നത്. ചിത്രകല, ശില്പം, ഫോട്ടോഗ്രാഫി, വീഡിയോ ആർട്ട്, ഇൻസ്റ്റലേഷൻ ആർട്ട്, പ്രകടനകല തുടങ്ങിയവയിൽപ്പെട്ട സൃഷ്ടികളാണ് പ്രദർശനത്തിനുള്ളത്. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ ലോകത്തിനു മുന്നിൽ എത്തിക്കുക എന്നതാണ് ബിനാലെയുടെ ലക്ഷ്യം. വ്യത്യസ്ത ആശയങ്ങളാണ് ഇവിടെ കലയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ത്യയിലും വിദേശത്തുമുള്ള പ്രമുഖ കലാകാരന്മാർ ഇതിൽ പങ്കെടുക്കുന്നു. പ്രദർശനം മാത്രമല്ലാതെ ലൈവ് പെയിന്റിംഗ്, ക്ലേ മേക്കിംഗ്, ചിത്രവര തുടങ്ങി നമ്മുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളും ബിനാലെയുടെ ഭാഗമായുണ്ട്. ഇതിൽ വ്യത്യസ്തപ്പെട്ട കലാസൃഷ്ടിയാണ് ബീരേന്ദ്ര യാദവ് കാണികളിലേക്ക് എത്തിക്കുന്നത്. കാലാവസ്ഥയ്ക്കും കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ചും പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ജീവിതവും അധ്വാനവുമാണ് കലാസൃഷ്ടിയുടെ വിഷയങ്ങൾ.
ഉത്തർപ്രദേശിലെ മിർസപ്പൂരിലെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന ഭൂരഹിതരായ അടിമത്തൊഴിലാളികളുടെ ജീവിതവും സാഹചര്യങ്ങളെ പ്രതിപാദിക്കുന്ന കലാസൃഷ്ടിയാണിത്. ശില്പങ്ങളായി പുനർനിർമ്മിച്ച ഈ കാസ്റ്റിങ്ങുകളിൽ പലതരം കുപ്പികൾ, തുണിക്കെട്ടുകൾ, തൊഴിലുപകരണങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയെല്ലാം കാണാം. ഓരോ വസ്തുവും അതൊരിക്കൽ ഉപയോഗിച്ച തൊഴിലാളിയുടെ ജീവിതമാണ്. ഈ ഇൻസ്റ്റലേഷൻ കളിമണ്ണിന്റെ ചുവപ്പ് നിറം കൊണ്ട് കാഴ്ചക്കാരെ ആകർഷിക്കുന്നു. ഇതിലൂടെ അടിമത്തൊഴിലാളികളുടെ സങ്കീർണമായ ജീവിതത്തെ പുനർവ്യാഖ്യാനിക്കുകയാണ് വീരേന്ദർ യാദവ്. ഓരോ ഇൻസ്റ്റലേഷനും ഒരു കഥയാണ്, ഓരോ ചിത്രങ്ങളും ഒരു ചോദ്യമാണ്. കൊച്ചിയുടെ പുരാതന തീരങ്ങളിൽ നിന്ന് കലയുടെ താളം കേട്ടുകൊണ്ട് ക്യാമറമാൻ അതുലിനൊപ്പം സൂര്യപ്രസാദ്, കേരള മീഡിയ അക്കാദമി. ഈ ലക്കത്തെ മാധ്യമജാലകം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.